ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിലെ ജനറൽ പേപ്പറിന്റെ ടോപ്പിക്കുകളും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ പാറ്റേണും നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ രീതിയിലായിരിക്കാം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ചോദിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 40 ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെറ്റിന്റെ എക്സാമിന് റെഗുലർ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എന്താ പറയാ, ഇതില് നമുക്ക് ഈ പറഞ്ഞ പോലെ ചോദിച്ചിരിക്കുന്നത് ഒരു ബുക്കിന്റെ പേരും അതിന്റെ ഓതറിന്റെ ഇതുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് മാച്ച് ചെയ്യാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അരുന്ധതി റോയുടെ ബുക്ക് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇനി കിരൺ ദേശായിയുടെ ബുക്കായിട്ട് വരുന്നത് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്റ്റ് എന്ന് പറയുന്ന ബുക്കാണ്. ഇനി അരവിന്ദ് അടികയുടെ ബുക്കാണ് ടു ദ വൈറ്റ് ടൈഗർ. ഇനി VS നൈപ്പോളിന്റെ ബുക്കായിട്ട് വരുന്നതാണ് പിന്നെ ഫ്രീ സ്റ്റേറ്റ്. അപ്പം ഇതിനകത്ത് നമുക്ക് 4 ഓതേഴ്സിന്റെയും അവരുടെ ബുക്കിന്റെയും പേരുകൾ കിട്ടി. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമിന് വരുമ്പം ഇത് തന്നെ ചിലപ്പം ഇവരുടെ തന്നെ ഈ ബുക്കുകളും ഈ പേരുകളുടെ ഓതേഴ്സിന്റെ നെയിമും വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ആ ഒരു മെത്തേഡിൽ പഠിച്ചു പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറൊരു എക്സാം വരുമ്പോൾ നമുക്കത് അടുത്ത എക്സാമിൽ നമുക്ക് ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്ന് പറയുന്നത് സെറ്റ് എക്സാമിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ പത്രം വായനയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂസ് പേപ്പർ റീഡിങ്ങും നമുക്ക് ഒത്തിരി ജനറൽ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യസ് ഒഫീഷ്യൽ എൻട്രി ഫോർ ദ 95th അക്കാദമി അവാർഡ്സ്. അക്കാദമി അവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡ് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 2022 ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് RRR ഉണ്ട്, ചെല്ലോ ഷോ ഉണ്ട്, കാശ്മീർ ഫയൽസ് ഉണ്ട്, ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ഉത്തരമായിട്ട് വരുന്ന ഗുജറാത്തി ഫിലിം ആയിട്ടുള്ള ചെല്ലോ ഷോ എന്ന് പറയുന്ന ആ ഒരു ചിത്രമായിരുന്നു 2022 ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ നമുക്കറിയാം ഈ വർഷം 2025 നോമിനേറ്റ് ചെയ്യപ്പെട്ട ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലപ്പാത്ത ലേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി ഫിലിം ആയിരുന്നു അല്ലെ. അപ്പൊ പലരും അത് കണ്ടിട്ട് കാണും. വളരെ കോമഡി സാറ്ററിക്കൽ ആയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമയാണ് ഈ പറഞ്ഞ പോലെ 2025 ഓസ്കാർ നോമിനേഷന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ എൻട്രി ആയിട്ട് ഇന്ത്യയിൽ നിന്നും പോയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കിരൺ റാവു ആണ് കേട്ടോ. കിരൺ റാവു ആണ് ലപ്പാത്ത ലേഡീസിന്റെ ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പൊ ആ കാര്യം ഓർത്ത് നോക്കുക. അപ്പം ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് ഈ വർഷം ഇപ്പം പഴയ എക്സാമിൽ ചോദിച്ച അതേ ചോദ്യം തന്നെ ഈ വർഷത്തെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് പഴയ എക്സാമിൽ ഇപ്പം ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഈ പ്രാവശ്യത്തെ ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമയ്ക്കാണ്, അത്തരം കാര്യങ്ങളും അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള നോമിനേഷൻ ഏതാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എക്സാമിന് വരുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ ഡൽഹി സുൽത്താനേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്കൊരു കോഡ് വെച്ച് പഠിച്ചിരിക്കാം കേട്ടോ. അക്കീദു സലോ എന്ന് പഠിച്ചാൽ മതി. അക്കീദു സലോ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അകിദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമ വംശമാണ്. അടിമ, അതായത് സ്ലേവ് ഡൈനാസ്റ്റി. ഇനി ഖി എന്ന് പറയുന്ന ഖിൽജി ഡൈനാസ്റ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഥു എന്ന് പറയുന്നതോ തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ എന്ന് പറയുന്ന സയദ് വംശം. അതുപോലെ ലോ എന്ന് പറയുന്നത് ലോധി. അപ്പം അഖിദു സലോ എന്ന് പഠിച്ചാൽ മതി. അഖിദു സലോ എന്ന് പറയുമ്പോൾ അടിവംശം, അതായത് സ്ലേവ് ഡൈനാസ്റ്റി. ഖി എന്ന് പറയുമ്പോൾ ഖിൽജി അല്ലെങ്കിൽ ഖൽജി ഡൈനാസ്റ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി അതുപോലെ തു എന്ന് പറയുമ്പോൾ തുഗ്ലക് ഡൈനാസ്റ്റി. ഇനി അതുപോലെ സയദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. അങ്ങനെ 5 ഡൈനാസ്റ്റികളാണ് പ്രധാനമായിട്ടും ഡൽഹി സുൽത്താനേറ്റിൽ വരുന്നത്. അപ്പൊ ഈ കോഡിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടിയില്ല. സയദ് ഡൈനാസ്റ്റി ശരിയാണ്, ഖൽജി ഡൈനാസ്റ്റി ശരിയാണ്, തുഗ്ലക് ഡൈനാസ്റ്റി ശരിയാണ്, മുഗൾ ഡൈനാസ്റ്റിയാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. ദ ഡൈനാസ്റ്റി വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് മുഗൾ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്ത് നോക്കുക. ഇനി ഇതിന്റെ ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം അടിമ വംശമാണ് വരുന്നത്, രണ്ടാമത് ഖിൽജി വംശമാണ് വരുന്നത്, മൂന്നാമത് തുഗ്ലക് വംശം, അതിനുശേഷം സയദ് വംശം വരുന്നു, പിന്നീട് ലോധി വംശം വരുന്നു. അപ്പൊ ഈ ഇബ്രാഹിം ലോധിയെ പാണിപ്പട്ടി യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുഗൾ വംശം ബാബർ മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് അല്ലെ. അപ്പം അത്ര കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പം ഓരോ കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു എക്സാം വരുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരു മെത്തേഡും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു സെക്യൂർ ദ സിറ്റിസൺസ് യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 28, ആർട്ടിക്കിൾ 44, 52, 125 ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കേസാണ്. ഇനി ആർട്ടിക്കിൾ 44 എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്ന ഒരു കാര്യമാണ്. ആ കാര്യമാണ് എന്ത്? യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ്. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇനി ആർട്ടിക്കിൾ 52 പ്രസിഡന്റിന്റെ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് 52 പറയുന്നത്. ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ തന്നെ ഏറ്റവും ചെറിയ അനുച്ഛേദമായിട്ടാണ് പറയുന്നത്. ദർ ഷാൽ ബി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സിവിൽ നിയമങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും, ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും സിവിൽ നിയമങ്ങൾ ഒരേ രീതിക്ക് ആക്കുക. അതായത് സ്വത്ത് വെക്കുന്നത്, വിവാഹം ചെയ്തു കൊടുക്കുന്നത്, മറ്റ് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് യൂണിഫോം സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. ഇനി അൺടച്ചബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 17 ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ആണ്. ഇനി ചൈൽഡ് ലേബർ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലോ ആർട്ടിക്കിൾ 24 ആണ്. അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഓർത്ത് വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും മാച്ച് ദ ഫോളോവിംഗ് ആണ്. ചേരുംപടി ചേർക്കാനായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അപ്പൊ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൗണ്ടുകൾ, സ്റ്റേഡിയങ്ങൾ, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഓരോന്നും ഏത് സ്ഥലങ്ങളിലാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഇവിടെ ഫുട്ബോളും മാച്ചുകളൊക്കെ നടക്കുന്നതാണ്. ഈഡൻ ഗാർഡൻസ് കൊൽക്കത്തയിലാണ് കേട്ടോ. ഇനി ചിന്നസ്വാമി സ്റ്റേഡിയത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതെവിടെയാണ്? ബാംഗ്ലൂരിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയം വരുന്നത്. ഇനി കൃഷ്ണഗിരി സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അല്ലെ. അപ്പം കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. അപ്പം ഓർത്തിരിക്കുക, കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട്ടിലാണ് അല്ലെ. ഇനി ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ട് ഗ്രേറ്റർ നോയിഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞ ഒരു മോട്ടോർ റേസിംഗ് സർക്യൂട്ട് ആണ്. അവിടെ F1 ഫോർമുല 1 മാച്ചുകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഫോർമുല 1 കാർ റേസിംഗ് ഒക്കെ ഒരു വട്ടം നടന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ റേസിംഗ് സർക്യൂട്ട് ആണ് ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഓർത്തു വെക്കുക, ഇത്രയും സ്ഥലങ്ങൾ, ഈ ഗ്രൗണ്ടുകളും ഇതിന്റെ സ്ഥലങ്ങളും ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഇപ്പം പഠിച്ചു വെക്കുക. ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത, ചിന്നസ്വാമി സ്റ്റേഡിയം ബംഗളൂരു, കൃഷ്ണഗിരി സ്റ്റേഡിയം വരുന്ന എവിടെയാണ്? വയനാട്ടിലാണ്. ബുദ്ധ് ഇന്റർനാഷണൽ സർക്യൂട്ട് ആണെങ്കിൽ ഗ്രേറ്റർ നോയിഡ എന്ന് പറയുമ്പോഴത്തേക്കും UP-യിലാണ് കേട്ടോ വരുന്നത്, ഉത്തർപ്രദേശിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ കറക്റ്റ്? അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിച്ചു നോക്കുക. ദി ഏർലിയർ നെയിം ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഇംപീരിയൽ ബാങ്ക് എന്നായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇംപീരിയൽ ബാങ്ക് എന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പേര്. 1955 ഇതിനെ നാഷണലൈസ് ചെയ്ത് ഈ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ഇന്ത്യസ് സെൻട്രൽ ബാങ്ക് ആൻഡ് കോൾഡ് ആസ് ബാങ്കേഴ്സ് ബാങ്ക്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ എന്ത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ആണ്. RBI ആണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഓർത്തു വെക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ഈസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നോൺ ആസ് ബാങ്കേഴ്സ് ബാങ്ക്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ ലോവസ്റ്റ് ഡിനോമിനേഷൻ ഓഫ് കറൻസി നോട്ട് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ₹1. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഏറ്റവും ചെറിയ ലോവസ്റ്റ് ഡിനോമിനേഷൻ എന്ന് പറയുന്ന ₹1 കറൻസിയാണ് എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്? RBI issues most currency notes, but ₹1 note are issued by Ministry of Finance. Ministry of Finance ആണ് ₹1 കോയിന് ഇറക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ₹1 നോട്ട് ഇറക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്തു വെക്കാം.
ക്ലിയർ ആണല്ലോ? ദ ലോവസ്റ്റ് ഡിനോമിനേഷൻ ഓഫ് കറൻസി, ഒരു രൂപയുടെ നോട്ട് ഇറക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, റിസർവ് ബാങ്ക് അല്ല. അപ്പം സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. അപ്പൊ 2ഉം 3ഉം തെറ്റാണ് നമുക്ക് മനസ്സിലായി. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സിൻഡിക്കേറ്റ് ബാങ്ക് വാസ് മേർജ്ഡ് വിത്ത് കാനറ ബാങ്ക് ഇൻ 2020. 2020 സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കുമായിട്ട് മേർജ് ചെയ്തു എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ ആൻസർ ഈസ് 1 and 4. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ദ തീം ഓഫ് ഇന്റർനാഷണൽ വുമൻസ് ഡേ 2022. 2022 ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ തീം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്കുള്ള ചോദ്യം. അപ്പം പല ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പം എല്ലാ ഓപ്ഷൻസും നമ്മൾ വായിക്കുന്നില്ല. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റി ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമോറോ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 2023 ചില തീമുകൾ, വുമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട തീമുകൾ കൊടുത്തിട്ടുണ്ട്. 2023 ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ളതായിരുന്നു തീം. വുമൻസ് ഡേയുടെ തീമാണ് കേട്ടോ. ഇനി അതുപോലെ 2024 ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതായിരുന്നു 2024 തീം എന്ന് പറയുന്നത്. ഇനി 2025 ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതായിരുന്നു വുമൻസ് ഡേയുടെ തീമായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരം UN-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പല ദിനങ്ങളുണ്ട്. അപ്പൊ ഓരോ ദിനങ്ങൾക്കും ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റൽ ഡേ ആയിക്കോട്ടെ, യോഗ ദിനമായിക്കോട്ടെ, അപ്പൊ അങ്ങനെ പല പല ദിനങ്ങൾക്കും പല പല തീമുകൾ, ക്ലൈമറ്റ് കാലാവസ്ഥ ദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പല തീമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്തരം ദിവസങ്ങളുടെ തീമുകൾ, എൻവയോൺമെന്റൽ ഡേയുടെ അല്ലെങ്കിൽ കാലാവസ്ഥാ ദിനത്തിന്റെ ഇത്തരം ദിവസങ്ങളുടെ തീം എന്താണ് എന്ന് പഠിച്ചു വെക്കുന്നത് നമുക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ദ ലാംഗ്വേജസ് ഇൻ വിച്ച് ഒറിജിനൽ കോപ്പി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് പ്രിപ്പയർഡ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പീസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഭാഷകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാലും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇംഗ്ലീഷ്, ഹിന്ദി. ഓപ്ഷൻ 1 and 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ഉറുദുവിലും സംസ്കൃതത്തിലും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒറിജിനൽ കോപ്പി, അതായത് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോപ്പി ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോവിംഗ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പോൾ ഓരോ രാജ്യങ്ങളും ആ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരുടെയും ലിസ്റ്റുകളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എത്യോപ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെയ്ലി സെലാസി എന്ന് പറയുന്ന ആ ഒരു നേതാവാണ് കേട്ടോ. അല്ലെങ്കിൽ എത്യോപ്യയിൽ ഗാന്ധിയൻ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്ത കെനിയയിലേക്ക് വരുമ്പോഴത്തേക്കും ആരാണ്? കെനിയയിലെ ജോമോ കെനിയാത്തയാണ് കെനിയൻ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണക്ഷൻ വരുന്ന ഓരോ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളാണ് പറയുന്നത് കേട്ടോ. ഇനി ടാൻസാനിയയിലേക്ക് വരുമ്പോഴത്തേക്കും ജൂലിയസ് നെരേരയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സാംബിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കോ, സാംബിയ ആണെങ്കിൽ കെന്നത്ത് കൊണ്ട. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. 4, 3, 2, 1 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. എത്യോപ്യയിലാണെങ്കിൽ ഹെയ്ലി സെലാസി, ഇനി കെനിയയിലാണെങ്കിൽ ജോമോ കെനിയാത്ത, ടാൻസാനിയ ആണെങ്കിൽ വരുന്ന ജൂലിയസ് നെരേര, സാംബിയ ആണെങ്കിൽ കെന്നത്ത് കൊണ്ട. ഓക്കെ, അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ലാതെ വരുന്നത് ഈ പറയുന്നതിൽ ഏത് പോസ്റ്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ആദ്യമായിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദോസ് ഓഫീസേഴ്സ് ദാറ്റ് ആർ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നിയമോപദേശനായിട്ട് വരുന്ന, കേന്ദ്ര സർക്കാരിന്റെ നിയമോപദേശനായിട്ട് വരുന്ന ആ ഒരു പോസ്റ്റാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഇനി സോളിസിറ്റർ ജനറൽ, പിന്നെ അതുപോലെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAG ആർട്ടിക്കിൾ 148 ഇതിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ കുറിച്ചും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 324 തൊട്ട് 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ഇതും കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ലാതെ വരുന്ന സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ഏതാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ അല്ലാത്ത ഏതാണ് എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലാത്തത് എന്നുള്ള കാര്യങ്ങളും നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും.
ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭാഗമല്ലാത്ത ആ ഒരു ഏരിയ ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം പറയുന്നത്. ഓപ്ഷൻ എ ഇംഗ്ലണ്ട് പറയുന്നുണ്ട്, സ്കോട്ട്ലൻഡ് പറയുന്നുണ്ട്, വെയിൽസ് ഉണ്ട്, അയർലൻഡ്. ഓക്കെ, അപ്പം 4 ഓപ്ഷൻസിൽ ഇതിൽ പ്രധാനമായിട്ടും ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ്. ഗ്രേറ്റ് ബ്രിട്ടൻ ഈസ് ആൻ ഐലൻഡ് ദാറ്റ് കംപ്രൈസസ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നീ പറയുന്ന 3 ഏരിയകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ യുണൈറ്റഡ് കിങ്ഡം. പക്ഷേ അയർലൻഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യമാണ്. ദി റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ഈസ് എ സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് കൺട്രി ആൻഡ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഓർ യുണൈറ്റഡ് കിങ്ഡം. അതായത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെയോ ഗ്രേറ്റ് ബ്രിട്ടന്റെയോ ഒന്നും ഭാഗമല്ലാത്ത സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അയർലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് അയർലൻഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യ സെലിബ്രേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ഓൺ 29th ജൂൺ ഓൺ ദ ബർത്ത്ഡേ ഓഫ് ദ ലെജൻഡ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ. അപ്പൊ ആരുടെ ബർത്ത്ഡേയുടെ അനുസ്മരണമായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. US നായർ, ദേവരാജ ബാസു, CR റാവു, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് PC മഹലനോബിസ് ആണ് കേട്ടോ. PC മഹലനോബിസിന്റെ ജന്മദിനത്തിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആചരിക്കുന്നത്. ജൂൺ 29-നാണ് എല്ലാ വർഷവും സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്നറിയപ്പെടുന്ന PC മഹലനോബിസിന്റെ ജന്മദിനത്തിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആചരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺട്രി ഇന്ത്യ അഡാപ്റ്റഡ് ദ മെത്തേഡ് ഓഫ് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പദവിയിൽ നിന്നും പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ ഏത് രാജ്യത്തു നിന്നുമാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? ഓപ്ഷനിൽ USSR, USA, UK, ഫ്രാൻസ്. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. USSR എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? USA ആണ് കേട്ടോ. USA എന്നാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പം കുറെ കാര്യങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഭരണഘടന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കടമെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയുടെ അഡ്വൈസറായിട്ട് പ്രവർത്തിച്ച വ്യക്തി ആരാണ്? BN റാവു എന്ന് പറയുന്ന വ്യക്തിയാണ്. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ ഇവിടെ പറ്റില്ല. കടമെടുത്ത ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശയങ്ങൾ മാത്രം നമ്മളിവിടെ പറഞ്ഞു പോകണം കേട്ടോ. ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് പാർലമെന്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇതൊക്കെ പ്രധാനമായിട്ടും ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ്. ഇനി അതുപോലെ യുഎസ്എയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, പിന്നെ ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം USAയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കാനഡയിലേക്ക് വരുമ്പോഴത്തേക്കും ഫെഡറൽ സ്ട്രക്ചർ കാനഡയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ്. ഇനി ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ ജോയിന്റ് സിറ്റിംഗ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കും അതുപോലെ കേന്ദ്ര ഗവൺമെന്റിനും തുല്യമായിട്ട് അവകാശങ്ങളും അധികാരങ്ങളും വരുന്ന കാര്യങ്ങളെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ആശയം, അതുപോലെ ജോയിന്റ് സിറ്റിംഗ്, പാർലമെന്റിന്റെ എല്ലാ സഭകളും ഒരുമിച്ച് കൂടുന്ന ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ആശയമൊക്കെ ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് നമ്മൾ കടമെടുത്തിരിക്കുന്ന USAയിൽ നിന്നുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ നെയിം ഓഫ് ദ റെസ്ക്യൂ ഓപ്പറേഷൻ ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ആർമി ഇൻ ദ ഫ്ലഡ് ഹിറ്റ് ഏരിയാസ് ഓഫ് കേരള 2018. 2018 ഫ്ലഡ് ഹിറ്റ് ഏരിയാസിൽ സഹായവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ആർമി ലോഞ്ച് ചെയ്ത ആ ഒരു പദ്ധതിയുടെ പേരെന്താണ്? ആ റെസ്ക്യൂ ഓപ്പറേഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ സഹയോഗമാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഈ പറയുന്ന പോലെ പല സംസ്ഥാനങ്ങളിലും, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം പല റെസ്ക്യൂ ഓപ്പറേഷനുകളും ഇന്ത്യൻ ആർമി നടത്താറുണ്ട്. അപ്പൊ ഇത്തരം ഓപ്പറേഷൻസിന്റെ പേരുകളൊക്കെ പഠിച്ചിരിക്കുന്നത് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ആർമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോഴും അതുപോലെ എവിടെന്നെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇന്റലിജൻസ് ഏജൻസീസും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അവ തമ്മിൽ മാച്ച് ചെയ്യണം. ഇതൊക്കെ വളരെ ജനറൽ ആയിട്ട് നമ്മൾ പലപ്പോഴും ജനറലായിട്ട് പല കാര്യങ്ങളിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പലപ്പോഴും ഈ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്റലിജൻസ് ഏജൻസീസ് എന്ന് പറയുന്ന ഓരോ രാജ്യങ്ങളെയും സംബന്ധിച്ച് വളരെ സീക്രട്ട് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജൻസീസ് ആണ്. അപ്പൊ മൊസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൊസാദിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ട് കാണും. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയാണ്. അപ്പം മൊസാദിന്റെ കാര്യം ഓർത്തിരിക്കുക. ഇനി ISI, ഇന്റർ സർവീസസ് ഇന്റലിജൻസ്. ISI എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റലിജൻസ് ഏജൻസിയാണ്. ഇനി SIS അല്ലെങ്കിൽ
M16 എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് ഈസ് ദ ഫോറിൻ ഇന്റലിജൻസ് ഏജൻസി ഓഫ് യുണൈറ്റഡ് കിങ്ഡം. UK-യുടെ ഇന്റലിജൻസ് ഏജൻസിയാണ് M16 അല്ലെങ്കിൽ SIS എന്ന് പറയുന്നത്. ഇനി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, മൊസാദ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ISI പാകിസ്ഥാന്റേതാണെങ്കിൽ SIS M16 UK-യുടേതാണ്. ഇനി ആണെങ്കിലോ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പേര് ഓർത്തിരിക്കുക, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 2143 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഇന്റലിജൻസ് ഏജൻസികളും ആ രാജ്യങ്ങളും ഏതാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ഏൻഷ്യൻ സിവിലൈസേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് സുമേറിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് അല്ലെ. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് കറണ്ട് ഇറാഖിന്റെ ഒക്കെ ഏരിയയിലാണ് മെസപ്പൊട്ടോമിയ വരുന്നത്. ഇനി മായൻ സംസ്കാരം മെസോ അമേരിക്കൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്, അമേരിക്കൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി മിനോവൻ സംസ്കാരം എന്ന് പറയുന്നത് മിനോവൻ സിവിലൈസേഷൻ ഫ്ലോറിഷ് ഇൻ ദ ഐലൻഡ് ക്രെട്ടെ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് ഫ്ലോറിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് നിലവിൽ ഗ്രീസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി അക്കമനിഡ് സംസ്കാരം എന്ന് പറയുന്നത് പേർഷ്യൻ സംസ്കാരമാണ്. അക്കമനിഡ് എംപയർ വാസ് എ പേർഷ്യൻ എംപയർ. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക, സുമേറിയൻ സംസ്കാരം മെസപ്പൊട്ടേമിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മായൻ സംസ്കാരമാണെങ്കിൽ മീസോ അമേരിക്കൻ സംസ്കാരമാണ്. മിനോവൻ ഗ്രീസ് സംസ്കാരമാണ്. അക്കമനിഡ് സംസ്കാരം പേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഡാമുകളും ഏത് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് സർദാർ സരോവർ ഡാം ഗുജറാത്തിലാണ്, നർമ്മദ നദിയിലാണ്. ഇനി ബക്രാനങ്കൽ ഡാം ആണെങ്കിലോ സത്ലജ് നദിയിലാണ്. ഇനി തുംഗഭദ്ര ഡാം എന്ന് പറയുന്നത് തുംഗഭദ്ര നദിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. തുംഗഭദ്ര റിവറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള തുംഗഭദ്ര നദിയിൽ തന്നെയാണ് തുംഗഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ 3 തെറ്റാണ്. ഇനി അടുത്ത് ഇടുക്കി ഡാം പറമ്പിക്കുളം റിവറിലല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇടുക്കി ഡാം എവിടെയാണ് വരുന്നത്? പെരിയാറിലാണ് വരുന്നത് അല്ലെ. പെരിയാർ റിവറിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി ഡാം വരുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ 3ഉം 4ഉം തെറ്റാണെന്ന് മനസ്സിലായി. ഓപ്ഷൻ 1 and 2 ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഡാമും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നദികളും, ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ ഡാമും, ഒത്തിരി ഡാമുകൾ നമുക്ക് ഇന്ത്യയിലുണ്ടല്ലോ. അപ്പൊ ആ ഓരോ ഡാമുകളും ഏത് നദികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടെ നമുക്ക് നോക്കി വെക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ടോൾ ഫ്രീ ചൈൽഡ് ലൈൻ നമ്പർ ടു ഹെൽപ്പ് ചിൽഡ്രൻ ഇൻ ഡിസ്ട്രസ് വിച്ച് ഈസ് അക്സസിബിൾ ഓൾ ഓവർ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിൽ ചൈൽഡ് ഹെൽപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോൾ ഫ്രീ ചൈൽഡ് ലൈൻ നമ്പർ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇതിൽ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് 1098 ആണ് കേട്ടോ. 1098 ആണ് 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് ഇവിടെ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 1930 സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ ആണ്. 1906 LPG ലീഗ് ഹെൽപ്പ് ലൈൻ. 1070 റിലീഫ് കമ്മീഷണർ ഫോർ നാച്ചുറൽ കലാമിറ്റീസ്. ഇത് നോക്കേണ്ട ആവശ്യമില്ല. എർത്ത് ഫ്ലഡ് ഡിസാസ്റ്റർ NDRF ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നമ്പറാണ്. ഇനി 1915 നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ. അതുപോലെ 1073 റോഡ് ആക്സിഡന്റ് ഹെൽപ്പ് ലൈൻ. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിലുണ്ടല്ലോ 1073 റോഡ് ആക്സിഡന്റ് ഹെൽപ്പ് ലൈൻ ആണ് 1073. ഇനി 1993 എന്ന് പറയുന്നത് നാഷണൽ നാർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ മാനസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷന്റെ ഹെൽപ്പ് ലൈൻ ആണ് 1933. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഹെൽപ്പ് ലൈനുകളാണ് നമ്മളിവിടെ നോക്കിയത്. 1098 ആണ് ചൈൽഡ് ലൈൻ നമ്പർ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആകമാനമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ദ ന്യൂ CEO ഓഫ് ട്വിറ്ററിനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ ട്വിറ്ററിന്റെ പുതിയ പേര് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ട്വിറ്ററിന്റെ പേര് മാറ്റി ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പം ഇപ്പോഴും എക്സിന്റെ പുതിയ CEO ആയിട്ട് നിലനിൽക്കുന്നത് ലിൻഡ യാക്കാരിനോ എന്ന് പറയുന്ന ആ ഒരു വുമൺ ആണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ദ ന്യൂ CEO ഓഫ് ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിൻഡ യാക്കറിനോ ആണ്. ഇനി അതുപോലെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റു ചില ചോദ്യങ്ങളാണ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആ ഒരു ടൈമാണ് അല്ലെ. ChatGPT ഒക്കെ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയമാണ്. ChatGPT അല്ലെങ്കിൽ OpenAIയുടെ CEO ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാം ആൾട്ട്മാൻ ആണ് കേട്ടോ. ഈ ചോദ്യമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, സാം ആൾട്ട്മാൻ ChatGPTയുടെ OpenAIയുടെ
CEO ആണ്. ഇനി ഗൂഗിളിന്റെ CEO ആരാണെന്ന് നമുക്കറിയാം, ഇന്ത്യൻ വംശജനായിട്ടുള്ള സുന്ദർ പിച്ചയാണ്. അതുപോലെ ഫേസ്ബുക്കിന്റെ വാട്സപ്പിന്റെ ഒക്കെ മാർക്ക് സുക്കർബർഗ് ആണ് CEO ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ ചാറ്റ് ജിപിടിയുടെ ഫുൾ ഫോം എന്താണെന്നുള്ള ഒരു ചോദ്യം ഈ കഴിഞ്ഞ HSIയുടെ എക്സാമിനൊക്കെ ചോദിച്ചിരുന്നു. ഓർത്തിരിക്കുക, ചാറ്റ് ജിപിടിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നുള്ളതാണ് കേട്ടോ. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നുള്ളതാണ് ചാറ്റ് ജിപിടിയുടെ ഫുൾ ഫോം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ദ നോവൽ ഓഫ് സൽമാൻ റുഷ്ദി പബ്ലിഷ്ഡ് ഇൻ ഫെബ്രുവരി 2023 2023 പബ്ലിഷ് ചെയ്ത സൽമാൻ റുഷ്ദിയുടെ ആ ഒരു നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം വിക്ടറി സിറ്റി എന്ന് പറയുന്ന ആ ഒരു നോവലാണ് കേട്ടോ. അപ്പം നോവൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ഓതേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോവൽസിന്റെ ഒക്കെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ അരുന്ധതി റോയ്, അതുപോലെ സൽമാൻ റുഷ്ദി, ഇത്തരം ആളുകളുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവലുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ കൂടുതലും നമുക്ക് പത്രങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതുപോലെ ബുക്കർ പ്രൈസ്, അത്തരം അവാർഡുകൾ നേടിയിട്ടുള്ള പുസ്തകങ്ങൾ ഏതാണ്, അതിന്റെ ഓതേഴ്സ് ആരാണ്, ഇത്തരം കാര്യങ്ങളും എപ്പോഴും തന്നെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം മിസ്മാച്ച് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ മിസ്മാച്ച് ഇൻ ദ ഫോളോവിംഗ് സോഷ്യൽ വെൽഫെയർ സ്കീം ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് ദ ബെനിഫിഷ്യറീസ്. അപ്പോൾ ഓരോ സ്കീമിന്റെ പേര് പറഞ്ഞിരിക്കുന്നു, അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്ന ആരാണെന്നും പറഞ്ഞിരിക്കുന്നു. നിർമായ സീനിയർ സിറ്റിസൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യത്നം ട്രാൻസ്ജെൻഡേഴ്സ്, സഹജീവനം ഡിഫറെന്റ്ലി ഏബിൾഡ് ജീവനം, ഡിപെൻഡൻസ് ഓഫ് ക്രൈം വിക്ടിംസ്. ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിർമായ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺസിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. ദ സ്കീം ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ഉള്ള ആളുകളുടെ സംരക്ഷണം, അവരുടെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ് നിർമായ എന്ന് പറയുന്നത്. ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പോൾ ഇതിനകത്ത് ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് അറിയാം. എങ്കിലും മറ്റ് കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. യത്നം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അവരുടെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ്. സോ ഓപ്ഷൻ ബി ശരിയാണ്. ഇനി സഹജീവനം, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി ജീവനം എന്ന് പറയുന്നത് dependents of crime victims. The scheme provides financial assistance to the dependents of crime victims. ക്രൈം വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ ഡിപെൻഡൻസിന് സഹായങ്ങൾ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ് ജീവനം. ഓർത്തിരിക്കുക, ജീവനം ഡിപെൻഡൻസ് ഓഫ് ക്രൈം വിക്ടിംസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സഹജീവനം ഡിഫറെന്റ്ലി ഏബിൾഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, യത്നം ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നിർമായ എന്താണ് ഫിസിക്കലി ഡിസബിലിറ്റീസ് ഉള്ള ആളുകളുടെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ മിസ്മാച്ച് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, ദ ഓതർ ഓഫ് വൺ സ്ട്രോ റെവല്യൂഷൻ, ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. മസനോബു ഫുക്കുവോക്കയുടെ ആ ഒരു കൃതിയാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം അല്ലെങ്കിൽ വൺ സ്ട്രോ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ബി നെയിംഡ് ആസ് സിറ്റി ഓഫ് ലിറ്ററേച്ചർ ബൈ ദ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു പദവി ലഭിച്ചിട്ടുള്ള, യുനെസ്കോയുടെ ആ ഒരു പദവി ലഭിച്ചിട്ടുള്ള സിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വാരണാസി, കൊൽക്കത്ത, കോഴിക്കോട്, ന്യൂഡൽഹി. ഇവിടെ ഉത്തരവായിട്ട് വരുന്ന കോഴിക്കോടാണ് കേട്ടോ. അപ്പം യുനെസ്കോ സൈറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 42ഓളം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്. അതിൽ 34 കൾച്ചറൽ, 7 നാച്ചുറൽ, അതുപോലെ 1 മിക്സഡ് സൈറ്റ്. ഈ രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട സൈറ്റുകളാണ് താജ്മഹൽ, അജന്ത എല്ലോറ കേവ്സ്, ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്, ഹംപി മോണുമെന്റ്സ്. ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട യുനെസ്കോ സൈറ്റുകളാണ്. അതുപോലെ സുന്ദർബൻസ് നാഷണൽ പാർക്ക്, കാസിരംഗ നാഷണൽ പാർക്ക്, നന്ദാദേവി വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. ഇതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുനെസ്കോ സൈറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ആ ഒരു യുനെസ്കോയുടെ പദവി ലഭിച്ചിരിക്കുന്നത് കോഴിക്കോടിനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി വൺസ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒറ്റ പ്രാവശ്യം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് ഭേദഗതി പ്രകാരമാണ് എന്നുള്ളതാണ് ചോദ്യം. 42ാം ഭേദഗതി പ്രകാരമാണ്. 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഇത് മാറ്റിയിരിക്കുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഒരു ഭേദഗതി അറിയപ്പെടുന്നത് കേട്ടോ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശമൊക്കെ മൗലിക അവകാശങ്ങളുടെ പദവിയിൽ നിന്നും ഒഴിവാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എൻവയോൺമെന്റൽ മൂവ്മെന്റുകളുടെ ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ദ ഫസ്റ്റ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആയിട്ട് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1 ചിപ്കോ മൂവ്മെന്റ് ലെഡ് ബൈ സുന്ദർലാൽ ബഹുഗുണ. The movement gained prominence in the 1970s, primarily known for its violent
റെസിസ്റ്റൻസ് ടു ഡീഫോറസ്റ്റേഷൻ. അപ്പൊ ഡീഫോറസ്റ്റേഷന് എതിരായിട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത് ചിപ്കോ മൂവ്മെന്റ്. സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രസ്ഥാനം വരുന്നത്. 1970s ആ ഒരു ടൈമിലാണ്. ഇനി അടുത്ത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് 1980കളിൽ മേധാ പിട്കറിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. അപ്പം നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേധാ പിട്കർ ആണ്. ചിപ്കോ മൂവ്മെന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സുന്ദർലാൽ ബഹുഗയാണ്. ചിലപ്പം അടുത്ത പ്രാവശ്യമൊക്കെ ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അല്ലെ. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ചിപ്കോ മൂവ്മെന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനത്തെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഓപ്ഷനിലുള്ളത് അപ്പിക്കോ മൂവ്മെന്റ് ആണ്. അപ്പിക്കോ മൂവ്മെന്റ് പാണ്ഡുരംഗ് ഹെഗ്ഡെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ബിഷ്ണോയ് മൂവ്മെന്റ്. അപ്പൊ ഈ ആപ്പിക്കോ മൂവ്മെന്റ് ഏകദേശം 1980 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വരുന്നതാണ് കേട്ടോ. ഇനി ഓപ്ഷൻ ഡിയിൽ വരുന്നതാണ് ബിഷ്ണോയ് മൂവ്മെന്റ്. അപ്പൊ ഈ ബിഷ്ണോയ് മൂവ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1730ലാണ് ബിഷ്ണോയ് മൂവ്മെന്റ്. 1730കളിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഖേജരി എന്ന് പറയുന്ന ട്രീസ് രാജസ്ഥാനിലെ രാജാക്കന്മാരുടെ ആ ഒരു സോൾജിയേഴ്സ് അത് മുറിക്കാനായിട്ട് വന്നപ്പോൾ ഇവർ ലൈഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ തടയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടായി. ആ ഒരു സംഭവമാണ് ബിഷ്ണോയ് മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം വഹിച്ച അമൃതാദേവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ മൂവ്മെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബിഷ്ണോയ് മൂവ്മെന്റ് തന്നെയായിരിക്കും. 1730കളിലാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അജന്ത എല്ലോറ കേവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. The paintings in the Ajanta Ellora caves are indicative of the development of art during the period of രാഷ്ട്രകൂടാസ്, പല്ലവാസ്, ചാലൂക്യസ് ആൻഡ് പാണ്ഡ്യാസ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്ന രാഷ്ട്രകൂടാസ് ആണ് കേട്ടോ. രാഷ്ട്രകൂടാസിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് അവരാണ് അജന്ത എല്ലോറ കേവ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലോറ കേവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കൈലാസ ടെമ്പിൾ പ്രൈമറിലി ബിൽഡ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് രാഷ്ട്രകൂട ഡൈനാസ്റ്റി. കൈലാസ ടെമ്പിൾ ഒക്കെ എല്ലോറ കേവിലാണ് വരുന്നത്. അതുപോലെ അജന്ത കേവ്സ് ഹാവ് ഏർലിയർ ബുദ്ധിസ്റ്റ് കേവ് മോണുമെന്റ്സ്. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അജന്ത കേവ്സിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അജന്ത എല്ലോറ കേവ്സ് ഇതൊക്കെ രാഷ്ട്രകൂടാസിന്റെ അവരുടെ ആ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ രാഷ്ട്രകൂടാസ് ആർക്കിടെക്ചറിലായിട്ട് വളരെയധികം സംഭാവനകൾ ഇന്ത്യൻ കൾച്ചറിന് നൽകിയിട്ടുള്ള ഒരു രാജവംശം കൂടിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹു വാസ് ദ ഫസ്റ്റ് റെമോൺ മാഗ്സസെ അവാർഡ് വിന്നർ. അപ്പോൾ ആദ്യമായിട്ട് റെമോൺ മാഗ്സസെ അവാർഡ് വിജയിച്ച വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ആചാര്യ വിനോബ ഭാവെയാണ് കേട്ടോ. വിനോബ ഭാവെ ഇന്ത്യയിലെ ഒരു സ്പിരിച്വൽ ലീഡർ ആയിരുന്നു. 1958ലാണ് അദ്ദേഹത്തിന് റെമോൺ മാഗ്സസെ അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ഹി റിസീവ്ഡ് ദ അവാർഡ് ഫോർ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ഫോർ ഹിസ് ഹൂദാൻ മൂവ്മെന്റ്. ഹൂദാൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു റെമോൺ മാഗ്സസെ അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? വെൽത്തി ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സിന്റെ കയ്യിൽ നിന്നും അവർ ഫ്രീ ആയിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന ലാൻഡ് പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ഭൂദാൻ മൂവ്മെന്റിന്റെ ഉദ്ദേശം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് റെമോൺ മാഗ്സസെ അവാർഡ് 1958 ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പെർഫോമിംഗ് ആർട്സ് ഓഫ് കേരള ഈസ് ഇൻകറക്റ്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ പെർഫോമിംഗ് ആർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എയിൽ പടയണി ഈസ് പെർഫോംഡ് ഇൻ ഓണർ ഓഫ് ഭദ്രകാളി. ഭദ്രകാളിയുടെ ഓണറിംഗിലേക്കാണ് പടയണി പെർഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കുമ്മാട്ടിക്കളി ഫാൾസ് ഇൻ ടു ദ കാറ്റഗറി ഓഫ് നോൺ റിച്വലിസ്റ്റിക് മാജിക്കൽ ആർട്ട് ഫോംസ് ഓഫ് കേരള. അപ്പൊ അതൊരു മാജിക്കൽ ആർട്ട് ഫോം ആയിട്ട് ആണ് പറയുന്നത്. നോൺ റിച്വലിസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തീർച്ചയായിട്ടും ഒരു എന്താണ് പറയുക, ഒരു പെർഫോമിംഗ് ആർട്ടായിട്ട് തന്നെ വരുന്ന കാര്യമാണ്. നോൺ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഒരു കുമ്മാട്ടിക്കളി പെർഫോം ചെയ്യുന്നതാണ് ഓണത്തിന്റെ ആ ഒരു പീരീഡിൽ. ഇനി അടുത്ത മോഹിനിയാട്ടം ട്രേസസ് ഇറ്റ്സ് റെപ്പർട്ടോർ ടു ദ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് നാട്യശാസ്ത്ര. എന്താണ് റെപ്പർട്ടോർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെപ്പർട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓൾ ദ തിങ്സ് ദാറ്റ് എ പേഴ്സൺ ഈസ് ഏബിൾ ടു ഡു. അതായത് മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മോഹിനിയാട്ടം ട്രേസസ് ഇറ്റ്സ് റെപ്പർട്ടോർ ഇൻ ദ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് നാട്യശാസ്ത്ര. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ ഡിയിൽ വരുന്ന ദ മിഴാവ് ഇസ് ദ മോസ്റ്റ് പ്രൊമിനന്റ് ഓഫ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ കൂടിയാട്ടം.
കൂടിയാട്ടത്തിന് ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് മിഴാവ് എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ബി ഒഴിവാക്കി എഴുതാനായിട്ട് സാധിക്കും അല്ലെ. കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് നോൺ റിച്വലിസ്റ്റിക് ആണ്, ഒരു മാജിക്കൽ ആർട്ട് ഫോം ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് റോങ് ആണെന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ചില ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കിയും ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ കോമൺ സെൻസ് വെച്ച് ഒന്ന് ചിന്തിച്ച് ഒഴിവാക്കി എടുക്കാൻ പറ്റുന്ന ഇത്തരം ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പൊ ചില ചോദ്യങ്ങൾ നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ഒഴിവാക്കി കളയാതെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനൊക്കെ ശ്രമിക്കുക. നമുക്ക് എന്തായാലും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ലാത്തതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം, ദ അജിറ്റേഷൻ ഓഫ് ദ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ക്രിസ്ത്യൻ, ഈഴവ ആൻഡ് ദ Muslim groups against constitutional reforms of 1932 is known in Travancore history as എന്ത് പേരിലാണ് ഈ ഒരു അജിറ്റേഷൻ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദ അജിറ്റേഷൻ ഓഫ് ദ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ക്രിസ്ത്യൻ, ഈഴവ ആൻഡ് മുസ്ലിം ഗ്രൂപ്പ്സ്. അപ്പൊ ഇവർ 1932 ഒരു അജിറ്റേഷൻ മൂവ്മെന്റ് സംഘടിപ്പിച്ചു. അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം എന്ന് അറിയപ്പെടുന്നു. നിവർത്തന പ്രക്ഷോഭം അല്ലെ, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. അപ്പൊ 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് 1930 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931 ഇനി നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് 1932 ഉഗ്നി എന്ന് പറഞ്ഞ് നമുക്കിത് പഠിച്ചു വെക്കാം കേട്ടോ. ഉഗ്നി 1930, 31, 32. അപ്പോൾ ഓർത്തിരിക്കുക, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് 1932 ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം ഗ്രൂപ്പുകൾ അവർക്ക് വേണ്ട ജോലിയിലൊക്കെ വേണ്ട അവകാശങ്ങളെ കുറിച്ചും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമാണ് നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. Okay, അപ്പോൾ according to Article 359 of the Indian Constitution, which articles of it cannot be eliminated under any circumstances even during emergency? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും ഒഴിവാക്കാൻ പാടില്ലാത്ത ആ ഒരു മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ആർട്ടിക്കിൾ 20, 21, 23, 24, 30, 31, 12 to 35 എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 20, 21. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റവാളികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ അവർക്ക് ചില അവകാശങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന റൈറ്റ് ടു ലൈഫ് ആണ്. ഇപ്പൊ ഈ ആർട്ടിക്കിൾ 20, 21 അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത 2 മൗലിക അവകാശങ്ങൾ. അപ്പൊ ആ കാര്യം നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത്, ദേശീയ അടിയന്തരാവസ്ഥ അല്ലെ. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, സ്റ്റേറ്റ് എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പറയുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ദ ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, സൈലന്റ് വാലി, തെന്മല, സുന്ദർബൻസ് നാഷണൽ പാർക്ക്. 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് തെന്മലയാണ് കേട്ടോ. അപ്പൊ തെന്മല ഓർത്തിരിക്കുക. ദ ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം തെന്മലയാണ്. കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കമ്പനീസ്, അതുപോലെ കൺട്രി ഓഫ് ഒറിജിൻ. ലെനോവോ, ഇതെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പം ലെനോവോ എന്ന് പറയുന്നത് ഏത് രാജ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലെനോവോ ചൈനയാണ് കേട്ടോ, ചൈനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത് നോക്കിയയെ കുറിച്ച് പറയുമ്പോൾ ഫിൻലാൻഡിലാണ് നോക്കിയയുടെ നോക്കിയ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റാർട്ടിങ്. ഇനി അടുത്തായിട്ട് ദാസോ ഇൻഡസ്ട്രീസ്, നമുക്ക് ഡെസോൾട്ട് എന്ന് പറയുമെങ്കിലും പ്രൊനൗൺസിയേഷൻ ഡാസോ എന്നാണ് വരുന്നത്. ഡെസോ ഇൻഡസ്ട്രീസ് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സോഫ്റ്റ്വെയർ സൊല്യൂഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. അതുപോലെ ഹ്യൂലറ്റ് പക്കാർഡ്, HP, യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ലെനോവോ ഓപ്ഷൻ 4 ചൈന, നോക്കിയ ഫിൻലാൻഡ് ഓപ്ഷൻ 3. ഇനി അടുത്ത് ഡെസോ ഇൻഡസ്ട്രീസ് ഫ്രാൻസ് 1, ഇനി ഹ്യൂലറ്റ് പക്കാർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ലെനോവോ ചൈന, നോക്കിയ ഫിൻലാൻഡ്, ഡെസോ ഇൻഡസ്ട്രീസ് ഫ്രാൻസ്, ഹ്യൂലറ്റ് പക്കാർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം, മാച്ച് ദ ഫോളോവിംഗ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പൊ സ്പോർട്സ് പേഴ്സണാലിറ്റീസും അവരുടെ രാജ്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത് ടെന്നീസ് പ്ലെയർ ആണ്. അപ്പം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. നൊവാക് ജോക്കോവിച്ച് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സെർബിയക്കാരനാണ്. മൈക്കിൾ ഫെലിപ്സിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നീന്തൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മൈക്കിൾ ഫെലിപ്സ് ആയിരിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്നത്. ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് പ്ലെയർ ആണ്. റോബർട്ട് ലെവൻഡോസ്കി പോളണ്ടിന്റെ ഫുട്ബോൾ
പ്ലെയർ ആണ്. ഓക്കെ, അപ്പം ഇത്തരം ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റീസും അവരുടെ രാജ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പം അതും നമ്മൾ പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നൊവാക് ജോക്കോവിച്ച് സെർബിയ, മൈക്കിൾ ഫിലിപ്സ് USA, ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയ, റോബർട്ട് ലെവൻഡോസ്കി പോളണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളിൽ പലപ്പോഴും നമുക്ക് എല്ലാത്തിന്റെയും ഉത്തരം അറിയത്തില്ലെങ്കിൽ പോലും പലപ്പോഴും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയാമെങ്കിലും എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഭാരതീയ നിയമ സംഹിതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അല്ല, IPC ഇന്ത്യൻ പീനൽ കോഡിന്റെ പുതിയ ഡെഫിനിഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഭാരതീയ ന്യായ സംഹിത ഈസ് ദ ഒഫീഷ്യൽ ക്രിമിനൽ കോഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ഒഫീഷ്യൽ ക്രിമിനൽ കോഡാണ് ഇത് എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് BNS വാസ് പാസ്ഡ് ഇൻ ദ പാർലമെന്റ് ഇൻ ജൂൺ 2023. 2023 ജൂണിലാണ് ഇത് പാസ്സാക്കിയെന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2023 ഡിസംബറിലാണ് ഇത് പാർലമെന്റ് പാസ്സാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അടുത്ത സ്റ്റേറ്റ്മെന്റ് BNS കെയിം ഇൻ ടു എഫക്ട് ഓൺ 1st July 2024. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2024 ജൂലൈ 1-നാണ് BNS നിലവിൽ വരുന്നത്. കെയിം ഇൻ ടു എഫക്ട് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂലൈ 1, 2024. സോ നമുക്കിവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന 1 and 3 ഉള്ളി. ഓപ്ഷൻ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരുന്നത് അല്ലെ. അപ്പം ഡിസംബർ 2023 ഇത് പാസ്സാക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. BNS 2023 ഡിസംബറിലാണ് പാർലമെന്റ് പാസ്സാക്കുന്നത്. നിലവിൽ വരുന്ന ജൂലൈ 1. Okay, അടുത്ത ചോദ്യം, who among the following declined the Nobel Prize for Literature stating that he don't want to be institutionalized? institutionalized ആവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോബൽ പ്രൈസ് നിരസിച്ച ആ ഒരു വ്യക്തി, ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് നിരസിച്ച ആ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം ജീൻ പോൾ സാർത്ത് ആണ് കേട്ടോ. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു, പ്ലെയർ റൈറ്റർ, നോവലിസ്റ്റ് ഒക്കെ ആയിരുന്നു. 1964 അദ്ദേഹത്തിന് ലഭിച്ച ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് ആണ് അദ്ദേഹം നിരസിച്ചത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, അതുപോലെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പലപ്പോഴും എക്സാമുകൾക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടോപ്പിക്കും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വിന്റർ ഒളിമ്പിക്സ് നമ്മൾ അങ്ങനെ അധികം നോട്ട് ചെയ്യേണ്ട. സമ്മർ ഒളിമ്പിക്സ് ആണ് നമ്മൾ സാധാരണ ഒളിമ്പിക്സ് എന്നുള്ള രീതിക്ക് മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പോൾ അത് മെയിൻ ആയിട്ടും നോട്ട് ചെയ്യുക കേട്ടോ. 2028 സമ്മർ ഒളിമ്പിക്സ്, അതായത് ഒളിമ്പിക്സ് 2028 നടക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ലോസ് ആഞ്ചലസിലാണ്. 2032 ആണെങ്കിൽ ഓസ്ട്രേലിയയിലാണ് കേട്ടോ. അപ്പം ലോസ് ആഞ്ചലസ് 2028 ഒളിമ്പിക്സ്, 2032 സമ്മർ ഒളിമ്പിക്സ് ഓസ്ട്രേലിയ, ബ്രിസ്ബൻ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി ജസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. വിന്റർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പൊ അത് നടക്കുന്നത് 2026 നടക്കുന്ന ഇറ്റലിയിലെ മിലാൻ, കോട്ടനാടി, ആംബിസോ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലാണ്. ഇനി അടുത്ത് 2032 ഫ്രഞ്ച് ആൽപ്സിലുമാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രീവിയസ് 2-3 വർഷങ്ങളിൽ സെറ്റില് ജനറൽ ടോപ്പിക്കുകളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എക്സാമുകളുടെ ഒരു പാറ്റേണും പഠിക്കേണ്ട രീതിയും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു സെക്ഷനുമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. സെറ്റ് എക്സാമിൽ ജനറൽ പേപ്പറിൽ വരുന്ന ബയോളജി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ജനറൽ പേപ്പറിൽ ബയോളജി ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. ഡിസീസസ്, എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് പാർട്സ്, എക്കണോമിക് ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സയന്റിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്, ഹോർമോൺസ്. ഏറ്റവും പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്, കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് എൻവയോൺമെന്റൽ സയൻസ് റിലേറ്റഡ് ആയിട്ടാണ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നത് എൻവയോൺമെന്റൽ സയൻസിലെ 3 പ്രധാനപ്പെട്ട ഏരിയാസിനാണ്. ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസസുകളെ പറ്റിയിട്ട്, മേജർ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ് അഡ്രസ്സിംഗ് വേരിയസ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഈ ഒരു 3 ടോപ്പിക്സ് ആണ് എൻവയോൺമെന്റൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് ബയോളജി ജനറൽ പേപ്പറിൽ സെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. പ്രീവിയസ് ഇയേഴ്സിൽ എൻവയോൺമെന്റൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് സെറ്റ് എക്സാമിൽ ജനറൽ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയയിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകേണ്ടതെന്ന്.
First question, the host country of the 27th UN Climate Change Conference, COP27, 2022 is. അപ്പോൾ 2022 നടന്ന ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അതാണ് COP27. ഇത് എവിടെയാണ് നടന്നതെന്നാണ്, ഇതിന്റെ ഹോസ്റ്റ് കൺട്രി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ആണ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസസ്. അതിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ പല വർഷങ്ങളിൽ നടന്ന ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസസ്. ദെൻ അടുത്തത് സൈറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ട്രീറ്റി ബിറ്റ്വീൻ ഗവൺമെന്റ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ സൈറ്റ്സിനെ പറ്റി ഇതെന്താണ്, അതിന്റെ ഫുൾ ഫോം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇപ്പോൾ ലിസ്റ്റ് 1 എന്താണ് തന്നിരിക്കുന്നത്? ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അപ്പോൾ ഇന്റർനാഷണൽ കൺവെൻഷൻസ് അവ എസ്റ്റാബ്ലിഷ്ഡ് ആയ വർഷം, ഈ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇന്റർനാഷണൽ കൺവെൻഷൻസിനെ പറ്റിയിട്ടും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ദ ഫോളോയിങ് ഏതൊക്കെയാണ്? ലിസ്റ്റ് 1 ഇന്ത്യയിലെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്, സൈലന്റ് വാലി മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെന്റ്, മൂവ്മെന്റ്, അതൊക്കെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു. ദെൻ അതിന്റെ എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു കോസ് അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഇന്ത്യയിലെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫസ്റ്റ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇവിടെ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഫോക്കസ് കൊടുക്കുന്ന 3 ഏരിയാസ് ആണ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസസ്, അതുപോലെ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ദെൻ ഇന്ത്യയിലെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്. ഇതിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, മേജർ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസസ്, അല്ലെങ്കിൽ നമുക്ക് കോൺഫറൻസസ് ഓഫ് പാർട്ടീസ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കോപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് UNFCCC ആണ്. UNFCCC അഥവാ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഓർഗനൈസസ് ദ കോൺഫറൻസസ് ഓഫ് പാർട്ടീസ് എവറി ഇയർ. അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് ഓരോ വർഷങ്ങളിലും നടന്ന കോൺഫറൻസും അത് ഏത് രാജ്യത്ത് ഏത് തീരുമാനം കൈക്കൊണ്ടു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ COP1, COP1 1995 ബെർലിനിൽ വെച്ചിട്ടാണ് COP ഫസ്റ്റ് നടന്നത്. ഓക്കെ, ദെൻ അടുത്തത് COP3 ജപ്പാനിലെ കീറ്റോയിൽ വെച്ചിട്ട് 1997 COP3 നടന്നത്. ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് എന്തായിരുന്നു? ഇതിൽ നിന്നാണ് കീറ്റോ പ്രോട്ടോകോൾ ഒക്കെ വന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, ഹരിതഗൃഹ വാതകങ്ങളുടെ എമിഷൻ കുറയ്ക്കുക, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ടാർഗറ്റ് എന്നുള്ളത്. ദെൻ അടുത്തത് COP15. കോപ്പൻഹേഗൻ ഡെൻമാർക്ക് നടന്ന സ്ഥലം 2009 നടന്നത്. ഇത് കോപ്പൻഹേഗൻ സമ്മിറ്റ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ദെൻ അടുത്തത് COP21 ഫ്രാൻസിൽ പാരീസിൽ വെച്ച് 2015 നടന്നത്. ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ചെയ്യുക. ഇതിൽ നിന്നാണ് പാരീസ് എഗ്രിമെന്റ് ഒക്കെ ഫോം ചെയ്യപ്പെട്ടത്. Then ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുള്ളത് ഈ ഒരു COP26 എവിടെ വെച്ച് നടന്നു എന്നതൊക്കെ ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അപ്പോൾ COP26 ഗ്ലാസ്ഗോ UK 2021 വെച്ചിട്ടാണ് നടന്നത്. ഇതിന്റെ ഉദ്ദേശം ടു റെഡ്യൂസ് കോൾ യൂസേജ് ആൻഡ് ഫേസ് ഔട്ട് ഇൻഎഫിഷ്യന്റ് ഫോസിൽ ഫ്യൂവൽ സബ്സിഡീസ്. ഇതായിരുന്നു COP26ന്റെ ഉദ്ദേശം, അതായത് കൽക്കരിയുടെ ഉപയോഗം കുറയ്ക്കുക. അതിലേക്കായിരുന്നു COP26ന്റെ ഫോക്കസ് പോയിട്ടുണ്ടായിരുന്നത്. COP27 നടന്നത് ഷാമൽ ഷെയ്ഖിൽ വെച്ച്, ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിൽ വെച്ച് 2022 നടന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം ക്രിയേഷൻ ഓഫ് എ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ടു കോമ്പൻസേറ്റ് വൾണറബിൾ നേഷൻസ് ഫോർ ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ വൾണറബിൾ നേഷൻസിന് നഷ്ടപരിഹാരം നൽകുന്നതിനായിട്ട് ഒരു ഫണ്ട് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ദെൻ അടുത്തത് COP28 ദുബായിലെ UAE വെച്ചിട്ടാണ് നടന്നത്. COP28 അപ്പോൾ നടന്നത് 2023 എംഫസൈസ് ഓൺ ട്രിപ്ലിംഗ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ബൈ 2030. ദെൻ ലാസ്റ്റ് നടന്നത് COP29 ബാക്കു, അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചിട്ടാണ് 2024 COP29
നടന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? സെക്യൂറിങ് എ ന്യൂ goal on climate finance, ensuring every country has the means to take much strong climate action, slashing greenhouse gases emission and building resilient communities. ഇതിന്റെ ഉദ്ദേശം ഓരോ രാജ്യത്തിനും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് കുറയ്ക്കുക, അതുപോലെ റെസിലന്റ് കമ്മ്യൂണിറ്റീസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ദെൻ അപ്കമിങ് ആയിട്ടുള്ള കോൺഫറൻസസ് ഓഫ് പാർട്ടീസ് COP30 ആണ്. അതിന്റെ നടക്കാനിരിക്കുന്ന സ്ഥലം ബൈലം, ബ്രസീലിലെ ബൈലത്തിൽ വെച്ചിട്ട് 2025 തന്നെയാണ് നടക്കാനായിട്ട് വരുന്നത്. അപ്കമിങ് ആയിട്ടുള്ളത് COP30 ആണ്. COP30 ഫോർ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫറൻസ് കൂടാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ. The host country of 27th UN Climate Change Conference COP27 2022 എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഫസ്റ്റ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ആദ്യം കണ്ടത് COP27 2022 നടന്നത് എവിടെ വെച്ചിട്ടാണ്? COP27 ഈജിപ്തിൽ വെച്ചിട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. സോ ഈ ഒരു ഏരിയ ഇത്തരത്തിൽ ഓരോന്നും എവിടെ വെച്ച് നടന്നു, അതിന്റെ മേജർ ഫോക്കസ് എന്താണ്, ഇയർ ഏതാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് കൊടുത്ത് പഠിക്കാം. ഈ ഒരു വീഡിയോയിലെ നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ഇതാണ്, മേജർ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്. ഫസ്റ്റ് വൺ ചിപ്കോഫ് മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് ഇയർ 1973 ഉത്തരാഖണ്ഡ് അന്നത്തെ ഉത്തർപ്രദേശിലാണ് ഇത് നടന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ മൂവ്മെന്റിന്റെ പേര്, അത് നടന്ന ഇയർ, അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഏത് സ്റ്റേറ്റിലാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. ചിപ്കോ മൂവ്മെന്റ് വർഷം 1973, സ്റ്റേറ്റ് ഉത്തരാഖണ്ഡ്. ദെൻ ലീഡേഴ്സ്, ഇതിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്? സുന്ദർലാൽ ബഹുഗുണ, അതുപോലെ ചണ്ഡി പ്രസാദ് ഭട്ട്, ഗൗരാദേവി, ഇവരായിരുന്നു ഇതിന്റെ ലീഡേഴ്സ്. സുന്ദർലാൽ ബഹുഗുണ, ഗൗരാദേവി, ചണ്ഡി പ്രസാദ് ഭട്ട്, ഇവരായിരുന്നു ഇതിന്റെ ലീഡേഴ്സ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഡിഫോറസ്റ്റേഷൻ, എഗനസ്റ്റ് ഡിഫോറസ്റ്റേഷൻ, ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുക, അതുപോലെ തന്നെ മരങ്ങൾ മുറിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, ഇതായിരുന്നു ഇതിന്റെ ഒരു ലക്ഷ്യം. ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് വില്ലേജേഴ്സ് ഹഗ് ട്രീസ് ടു പ്രിവെന്റ് ലോഗിങ്. മരങ്ങൾ മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, മരങ്ങളെ ഹഗ് ചെയ്ത് അവ കട്ട് ചെയ്ത് മാറ്റുന്നത് തടഞ്ഞു. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു ചിപ്കോഫ് മൂവ്മെന്റിന്റെ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്. അടുത്തതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെന്റ്. ഇത് 1985 മുതൽ ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരംഭിച്ച ഒരു മൂവ്മെന്റ് ആണ്. ഇതിന്റെ മേജർ ലീഡേഴ്സ് എന്നുള്ളത് മേധ പട്കറും ബാബ ആംതെയുമാണ്. ഇതിന്റെ ഉദ്ദേശം, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് വന്നത്? നർമ്മദ നദിയിലെ അണക്കെട്ടിന്റെ, അതാ സർദാർ സരോവർ ഡാമിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആളുകളെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെയും, അതുപോലെ ആ ഒരു പ്രദേശത്തുണ്ടാകുന്ന എക്കോളജിക്കൽ ഡാമേജിനെതിരെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് എക്കോളജിക്കൽ ഡാമേജ് ഡ്യൂ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് സർദാർ സരോവർ ഡാം ഓൺ നർമ്മദ റിവർ. നർമ്മദ റിവറിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെന്റ് വന്നത്, വർഷം 1985. അടുത്തത് സൈലന്റ് വാലി മൂവ്മെന്റ്. കേരളത്തിൽ 1970s തൊട്ട് 80s വരെ നടന്ന ഒരു ക്യാമ്പയിൻ ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് ഡാം സൈലന്റ് വാലിയിൽ ഉണ്ടാക്കുന്നതിന് എതിരെ നടന്ന ഒരു ക്യാമ്പയിൻ ആണ് ഈ ഒരു സൈലന്റ് വാലി മൂവ്മെന്റ് എന്നുള്ളത്. എഗൈൻസ്റ്റ് ദ പ്ലാൻ ടു ബിൽഡ് എ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം ഇൻ സൈലന്റ് വാലി. സൈലന്റ് വാലി നമുക്കറിയാം ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. അപ്പോൾ അവിടെ ഈ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ മൂലം ഒരുപാട് ഇക്കോളജിക്കൽ ഡാമേജിന് ഉള്ള ഒരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു സൈലന്റ് വാലി മൂവ്മെന്റ്. ദെൻ അടുത്തത് അപ്പിക്കോ മൂവ്മെന്റ്. അപ്പിക്കോ മൂവ്മെന്റ് 1983 കർണാടകയിൽ നടന്ന മൂവ്മെന്റ് ആണ്. ഇത് പ്രൊട്ടസ്റ്റിംഗ് അഗൈൻസ്റ്റ് ഡിഫോറസ്റ്റേഷൻ ഇൻ ദ വെസ്റ്റേൺ ഘാട്ട് റീജിയണിൽ ഉള്ള ഡിഫോറസ്റ്റേഷന് എതിരെ, അഗൈൻസ്റ്റ് ഡിഫോറസ്റ്റേഷൻ ഇൻ വെസ്റ്റേൺ ഘാട്ട് റീജിയൻ.
അപ്പോൾ ഇത് ചിപ്കോ മൂവ്മെന്റിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എപ്പികോ മൂവ്മെന്റ്. അടുത്തതാണ് തെഹ്രി ഡാം പ്രൊട്ടസ്റ്റ്. 1990s തൊട്ട് 2000 വരെ ഉത്തരാഖണ്ഡില് സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ഗംഗാ നദിയിൽ ഒരു ഡാം, തെഹ്രി ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് എതിരെ നടന്ന പ്രൊട്ടസ്റ്റ് ആണ്. Against construction of Tehri Dam on Ganga River, which lead to large scale displacement and ecological concern. അടുത്താണ് ബിഷ്ണോയി മൂവ്മെന്റ്. ബിഷ്ണോയി മൂവ്മെന്റ് സംബന്ധിക്കുമ്പോൾ ഫസ്റ്റ് ഓർക്കുക, ഇന്ത്യയിലെ ഫസ്റ്റ് ഓഫ് ദ എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആണ് ബിഷ്ണോയി മൂവ്മെന്റ്. 1730s ഇത് നടന്നത്. ഇത് ഒരു ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ മഹാരാജാവ് ഈ ഒരു വില്ലേജിലേക്ക് മരങ്ങൾ മുറിച്ച് പുതിയ പാലസ് നിർമ്മിക്കുന്നതിനായിട്ട് വന്നപ്പോൾ അമൃത ദേവിയുടെ നേതൃത്വത്തിൽ ആ ഒരു സ്ഥലത്തെ സ്ത്രീകള് മരങ്ങളെ ഹഗ് ചെയ്തുകൊണ്ട് മരങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു. ആ ഒരു മൂവ്മെന്റ് ആണ് ബിഷ്ണോയി മൂവ്മെന്റ്. ബിഷ്ണോയി മൂവ്മെന്റ് one of the first environmental movement in India led by Amrita Devi and her daughters in 18th century. ഇത് നടന്ന സ്ഥലം കേജറി വില്ലേജ് നിയർ ജോധ്പൂർ ഇൻ രാജസ്ഥാൻ. Maharaja of Jodhpur came to cut Kejari trees for wood to build a new palace. A Bishnoi woman, Amrita Devi, opposed them by hugging trees. ഇന്ത്യയിലെ പ്രധാന എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് ബേസ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. മച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആണ്. ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 തന്നിരിക്കുന്നു. ലിസ്റ്റ് 1 മൂവ്മെന്റ്സ് ആൻഡ് ലിസ്റ്റ് 2 എന്തിനു വേണ്ടിയിട്ട് നടന്നു. സൈലന്റ് വാലി മൂവ്മെന്റ് ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന മൂവ്മെന്റ് ആണ് നമുക്കറിയാം. എവർഗ്രീൻ ഫോറസ്റ്റ് ആയിട്ടുള്ള സൈലന്റ് വാലി റീജിയനിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനെതിരെ നടന്നതാണ്. അപ്പോൾ ഇതേതാണ് A22 നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്തിനു വേണ്ടിയിട്ടാണ്? എഗനിസ്റ്റ് ലാർജ് ഡാം ബീങ് ബിൽഡ് അക്രോസ് നർമ്മദ റിവർ. ദെൻ B24 Tehri Dam conflict against the displacement of town inhabitants and the environmental consequence of the weak ecosystem. So C1 Chipko movement, tree hugging, wrapping arms around the trees and forest protection. So ഇത് പ്രകാരം നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ബിഷ്ണോയി മൂവ്മെന്റ് ലെഡ് ബൈ അമൃത ദേവി. സോ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ നോക്കിക്കേ, ഇതിന്റെ ലീഡേഴ്സ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടില്ലേ, ഇയേഴ്സ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ എന്തിനു വേണ്ടി നടന്നു. അപ്പോൾ ഈ ഒരു ഏരിയക്ക് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് ഈ ഒരു എക്സാമിലേക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക. ജനറൽ പാർട്ടിലെ ബയോളജി ഏരിയയിൽ വരുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ് അഡ്രസ്സിംഗ് വേരിയസ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് UNFCCC. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജർമ്മനിയിലെ ബോണിലാണ്. അതുപോലെ ഇത് നിലവിൽ വന്ന വർഷം 1992 ഇത് റിയോ ഡി ജനീറോയിൽ നടന്ന റിയോ എർത്ത് സബ്മിറ്റിൽ 1992 വെച്ചിട്ടാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. ഇതിന്റെ ഗോൾ എന്നുള്ളത് സ്റ്റെബിലൈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻസ് ടു പ്രിവെന്റ് ഡേഞ്ചറസ് ഇന്റർഫറൻസസ് വിത്ത് ദ ക്ലൈമറ്റ് സിസ്റ്റം. ദെൻ ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എഗ്രിമെന്റ്സ്, ഈ എഗ്രിമെന്റ്സ് ആണ് കീറ്റോ പ്രോട്ടോകോളും അതുപോലെ തന്നെ പാരീസ് എഗ്രിമെന്റും. അപ്പൊ കീറ്റോ പ്രോട്ടോകോൾ എന്താണ്? എയിമിംഗ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ വന്നത് 1997. ദെൻ പാരീസ് എഗ്രിമെന്റ് 2015 ഗ്ലോബൽ എഗ്രിമെന്റ് ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു വെൽ ബിലോ 2 degrees Celsius, പ്രിഫറബിളി 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഗ്ലോബൽ വാർമിംഗിന്റെ റേറ്റ് കൊണ്ടുവരിക, ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പാരീസ് എഗ്രിമെന്റിന്റെ ലക്ഷ്യം വരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി CBD. ഇതും അംഗീകരിക്കപ്പെട്ടത് നിലവിൽ വന്നത് 1992 റിയോ എർത്ത് സബ്മിറ്റിൽ വെച്ചിട്ടാണ്. ഇതിന്റെ ഗോൾ എന്നുള്ളത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഇറ്റ്സ് കോമ്പോണൻസ് ആൻഡ് ഫെയർ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് ഫ്രം ജനറ്റിക് റിസോഴ്സസ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വന്ന കീ ആയിട്ടുള്ള പ്രോട്ടോകോൾ, അതാണ് നയോഗ പ്രോട്ടോകോൾ. അപ്പൊ നയോഗ പ്രോട്ടോകോൾ എന്താണ്? ഓൺ ആക്സസ് ആൻഡ് benefit sharing of genetic resources. Nayoga protocol on access and benefit sharing of genetic resources. Cartagena protocol on biosafety. Cartagena protocol on biosafety. ഇത് 2000 നിലവിൽ വന്നത്.
ഇത് വരുന്നത് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിയുടെ കീഴിലായിട്ടാണ് ഈ ഒരു പ്രോട്ടോകോൾ വരുന്നത്. 2000-ലാണ് ഇത് നിലവിൽ വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റെഗുലേറ്റ്സ് ദ ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ടു പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ നമുക്ക് കണ്ടു പരിചയമുള്ള ഒരെണ്ണമാണ് സൈറ്റ്സ്. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്യൂണ ആൻഡ് ഫ്ലോറ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. 1973 ആണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. ദെൻ ഗോൾ എന്നുള്ളത് എൻഷുർ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡസ് നോട്ട് ത്രെട്ടൺ ദ സർവൈവൽ എന്നുള്ള ഗോളിലാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ അടുത്തത് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് POPs. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ 2001-ലാണ് നിലവിൽ വന്നത്. എലിമിനേറ്റ് ഓർ റെസിസ്റ്റ് ദ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണ് ഇതിന്റെ ഗോൾ ആയിട്ട് നമ്മൾ. ദെൻ അടുത്ത റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് നിലവിൽ വന്നത് 1971 ഇൻ റംസാർ ഇറാനിലെ റംസാറിലാണ് ഇത് നിലവിൽ വന്നത്. കൺസർവേഷൻ ആൻഡ് വൈസ് യൂസ് ഓഫ് ഓൾ വെറ്റ്ലാൻഡ്സ് ത്രൂ ലോക്കൽ ആൻഡ് നാഷണൽ ആക്ഷൻസ് ആൻഡ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ. അടുത്തത് വിയന്ന കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഓസോൺ ലെയർ 1985-ലാണ് നിലവിൽ വന്നത്. ഫ്രെയിംവർക്ക് ഫോർ ഇന്റർനാഷണൽ എഫേർട്സ് ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ. ഇറ്റ് ലീഡ് ടു ദ മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓൺ സബ്സ്റ്റൻസസ് ദാറ്റ് ഡെപ്ലീറ്റ് ഓസോൺ ലെയർ നിലവിൽ വന്നത് 1987. ഇതിന്റെ മേജർ ഗോൾ ഫേസ് ഔട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ലൈക്ക് CFC. ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷൻ അല്ലെങ്കിൽ നാശത്തിന് കാരണമാകുന്ന സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതിലാണ് മോൺട്രിയൽ പ്രോട്ടോകോള് നിലകൊള്ളുന്നത്. അടുത്താണ് ബേസൽ കൺവെൻഷൻ. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് 1989. ഇതിന്റെ ഗോൾ എന്നുള്ളത് കൺട്രോൾ ദ ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ്സ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് ആൻഡ് ദർ ഡിസ്പോസൽ. ഇതിൽ വന്നിട്ടുള്ള മെയിൻ അമെൻഡ്മെന്റ്സിലാണ് ഈ ഒരു കാര്യം വന്നത്. പ്രോഹിബിറ്റ്സ് ദ എക്സ്പോർട്ട് ഓഫ് ഹസാർഡസ് വേസ്റ്റ് ഫ്രം ഡെവലപ്ഡ് കൺട്രി ടു ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പം അനേകം പ്രോട്ടോകോൾസിനെ പറ്റിയിട്ടും കൺവെൻഷൻസിനെ പറ്റിയിട്ടും ഒക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഗോളുകളും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയറും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടൊന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം പ്രീവിയസ് ഇയറിലൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയ ബേസ്ഡ് ആയിട്ട് പല തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. സൈറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ട്രീറ്റി ബിറ്റ്വീൻ ഗവൺമെന്റ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. എന്തായിരുന്നു സൈറ്റ്സ്? യെസ്, ഫ്ലോറ ആൻഡ് ഫോണ റിലേറ്റഡ് ആണല്ലോ. അപ്പൊ അതെന്താണ്? വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസർവേഷൻസ് ആണ് സൈറ്റ്സിൽ വരുന്നത്. ദെൻ അടുത്തത് നോക്കിക്കേ. ഇത് ഓരോന്നും ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ലിസ്റ്റ് എന്നുള്ളത് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇയർ ആണ്. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിന്റെ ബേസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കിക്കേ. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്നത് ഏത് ഇയറിലാണ്? ഇയർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്നിട്ടുള്ളത് 2001-ലാണ്. 2001-ലാണ്. ദെൻ അടുത്തത് നമുക്ക് ഏതാണ്? റംസാർ കൺവെൻഷൻ. റംസാർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് ആണ്. അപ്പൊ ഇത് നടന്നിട്ടുള്ളത് 1971-ലാണ്. 1971-ലാണ്. ഓക്കെ. ദെൻ വിയന്ന കൺവെൻഷൻ 1985. അത് കഴിഞ്ഞിട്ട് 87-ലാണ് നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ വിയന്ന കൺവെൻഷൻ 1985. ദെൻ ബേസൽ കൺവെൻഷൻ 1989. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ബയോളജി റിലേറ്റഡ് 3 ടോപ്പിക്സ് നമ്മൾ ഹാൻഡിൽ ചെയ്തു. അതുപോലെ തന്നെ 5ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾ ഓർ കൺവെൻഷൻ ആർ ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ അല്ലെങ്കിൽ കൺവെൻഷൻ ഇതിൽ ഏതൊക്കെയാണ് എന്നൊന്ന് കമന്റ് ചെയ്യുക. കീറ്റോ പ്രോട്ടോകോൾ, കാർട്ടജീന പ്രോട്ടോകോൾ, മോൺട്രിയൽ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്. ഈ ഒരു 4 ഏതൊക്കെയാണ്
ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ഡയറക്ട്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ളത്? അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യുക. നമ്മൾ ഫോക്കസ് കൊടുക്കണമെന്ന് പറഞ്ഞ ഏരിയാസിൽ ചില ക്വസ്റ്റ്യൻസ് കൂടി കണ്ട് നമുക്ക് ബയോളജിയുടെ ഒരു ഡിസ്കഷൻ പാർട്ട് അവസാനിപ്പിക്കാം. The gland in the human body which secrete melatonin hormone. മെലാറ്റോണിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? പിറ്റ്യൂട്ടറി, തലാമസ്, പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പീനിയൽ ഗ്ലാൻഡ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഓരോ ഗ്ലാൻഡുകളുടെയും പേരുകൾ, അവ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്, അവയുടെ ഫംഗ്ഷൻ ഒരു ടേബിൾ പോലെ ഫോം ചെയ്ത് ഈ ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്യുക. ഒരു ജനറൽ പാർട്ടിൽ അത് നമുക്ക് ആവശ്യമായിട്ട് വരും. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ മേക്കിംഗ് സഫ്രോൺ സ്പൈസ് which one of the following part of the plant is used? ഇപ്പോൾ നമുക്കറിയാം ഈ കുങ്കുമപ്പൂവിന്റെ ഏത് ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലീഫ് ആണോ, പെറ്റൽ ആണോ, സെപ്പൽ ആണോ, സ്റ്റിഗ്മ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുങ്കുമപ്പൂവിന്റെ സഫ്രോണിന്റെ സ്റ്റിഗ്മ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാൻ പാർട്ട് സ്റ്റിഗ്മ ആണ്. അപ്പോൾ ഇതുപോലെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് പ്ലാൻ പാർട്സ് ഇപ്പോൾ ഓരോന്നിന്റെയും നമുക്ക് ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ വരും. റൂട്ട് ആണോ, സ്റ്റെം ആണോ? ആ ഒരു ഏരിയക്കൊക്കെ ഒന്ന് ഫോക്കസ് കൊടുത്ത് ഈ ഒരു ഏരിയ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാൻ പാർട്സ് കൂടി ഒന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയിട്ട് പോവുക. Then അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ഡിസീസസ് ബേസ്ഡ് ആയിട്ടാണ്. കലാസാറിന് കാരണമായിട്ടുള്ള ഏജന്റ് ഏതാണ്? ദ ഏജന്റ് വിച്ച് കോസസ് ദ ട്രോപ്പിക്കൽ ഡിസീസ് കലാസാർ. ഇതിന്റെ ആൻസർ വരുന്നത് പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ടേബിളിലായിട്ട് ഫോം ചെയ്ത് പഠിക്കാൻ എളുപ്പമുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയക്കൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്ത് ബയോളജി ജനറൽ പേപ്പറിലെ ബയോളജിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു. ഹലോ ഡിയേഴ്സ്, നമുക്ക് പേപ്പർ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോബ്ലംസിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A bag contains currency notes of ₹50, ₹10 and ₹5 in the ratio 3:4:5. ഈ ഒരു പ്രോബ്ലം എടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ റേഷ്യോയുടെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ ചോദിക്കാനുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ്. പക്ഷേ നമുക്ക് ഇതുപോലുള്ള ഈ നോട്ടിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയേക്കാം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്നൊന്ന് ഓർത്തെടുത്തോട്ടെ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം എടുത്തിരിക്കുന്നത്. 3:4:5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം റേഷ്യോ എണ്ണത്തിന്റെ, ഈ കറൻസി നോട്ടുകളുടെ എണ്ണത്തിന്റെ റേഷ്യോ ആണ് 3:4:5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും എത്ര എണ്ണം വീതം ഉണ്ടാവും എന്നാണ് നമ്മൾ എടുക്കുക? 3x, 4x, 5x എന്നുള്ളതായിരിക്കും നമുക്ക് ഓരോന്നിന്റെ എണ്ണം. അതായത് 50 രൂപ നോട്ടിന്റെ എണ്ണം 3x, ദെൻ 10 രൂപ നോട്ടിന്റെ എണ്ണം 4x, അതുപോലെ തന്നെ 5 രൂപ നോട്ടിന്റെ എണ്ണം 5x എന്നായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 4300 ആണ് അല്ലേ? 50 രൂപ നോട്ടുകൾ 3x എണ്ണം ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര രൂപയുണ്ടാവും? 50 × 3x 150x ആയിരിക്കും റുപ്പീസ് വരിക. ദെൻ 10 രൂപ നോട്ടുകൾ 4x എണ്ണം ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും? 10 × 4x 40x ആയിരിക്കും ടോട്ടൽ എമൗണ്ട്. അതുപോലെ 5 രൂപ നോട്ടുകൾ 5x എണ്ണം ഉണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 5 × 5x, അതുപോലെ 25x ആയിരിക്കും ആ ഒരു എമൗണ്ട് തുക എന്ന് പറയുന്നത്. സോ ടോട്ടൽ തുക എന്ന് പറയുന്നത് 150x, 40x, 25x കൂടി സം ചെയ്ത് എത്ര കിട്ടും? നമുക്ക് 215x ആയിരിക്കും നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുക. ഓക്കെ, അപ്പം നമുക്കറിയാം ഇവിടെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 4300 ആണ്. അതായത് 215x എന്ന് പറയുന്നത് 4300 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? 4300 ഡിവൈഡഡ് ബൈ 215 ആയിരിക്കും. ഓക്കെ, സോ 4300 ബൈ 215 20 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തിന്റെ വാല്യൂ ആണ്? എക്സിന്റെ വാല്യൂ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് 10 rupees നോട്ട്സ് ആണ് അല്ലെ? 10 രൂപ നോട്ടുകളുടെ എണ്ണം നമ്മൾ ഏതായിട്ട് എടുത്തിരിക്കുന്നത്? 4x ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 × 20 എത്ര വരും? നമുക്ക് 80 വരും ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ റേഷ്യോയുടെ പ്രോബ്ലംസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലം ഒക്കെ ആണെങ്കിലും നമുക്കൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ആണെന്നുള്ള രീതിക്ക് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കിയേ. Sum of 3 consecutive odd numbers is 42 more than the average of these numbers എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടി ഓർത്തെടുക്കുക. നമുക്ക് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഒരു ഓഡ് നമ്പർ x ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഓഡ് നമ്പർ എന്ന് പറയുന്നത് x+2 ആയിരിക്കും. അതിന് തൊട്ടടുത്ത ഓഡ് നമ്പർ എന്ന് പറയുന്നത് x+4 ആയിരിക്കും. കാരണം ഒരെണ്ണം x ആണെങ്കിൽ തൊട്ടടുത്ത് x+1 ഉണ്ടാവും. ഓഡിന്റെ ഇപ്പറുള്ളത് ഈവൻ ആയിരിക്കും. സോ x+2, x+3, x+4
4 വരുമ്പോൾ ഇത് എക്സ് പ്ലസ് 1 ആയിരിക്കും. സോ എക്സ് ഓഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 4ഉം ആയിരിക്കും നമുക്ക് എന്തായിട്ട് വരിക, ഓഡായിട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഓഡ് നമ്പേഴ്സ് കിട്ടി. ഈ 3 ഓഡ് നമ്പേഴ്സിന്റെ എന്താണ് പറഞ്ഞേക്കുന്നത്, ആവറേജ് സമ്മും ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഈ 3 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇത് 3ഉം കൂടി സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. 3ഉം കൂടി സം ചെയ്താൽ എത്ര കിട്ടും, എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 എന്ന് പറയുന്നത് 3 എക്സുകളും ഉണ്ട്, 2 പ്ലസ് 4 6ഉം ഉണ്ട്. സോ നമുക്ക് എത്ര കിട്ടും, 3x പ്ലസ് 6 എന്ന് കിട്ടും. ഓക്കെ, ദ ആവറേജ് ഓഫ് ദീസ് നമ്പേഴ്സ്, ആവറേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. സോ 3 നമ്പേഴ്സ് ഉണ്ട്, 3x പ്ലസ് 6 ഡിവൈഡഡ് ബൈ എന്ത് വരും, നമുക്ക് 3 എന്നുള്ളതായിരിക്കും നമുക്ക് വരിക. ഓക്കെ, അപ്പം നമുക്ക് 3x പ്ലസ് 6 ബൈ 3 എന്നുള്ളതിനെ ഈ മേളിൽ നിന്ന് ഒരു 3 ഔട്ട് സൈഡ് എടുത്താൽ 3 ഇൻറ്റു ബാക്കി ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ നിന്ന് 6ൽ നിന്ന് 3 പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് 2 ഉണ്ട്. സോ 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 വരും. 3യും 3യും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും, ആൻസർ എക്സ് പ്ലസ് 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആവറേജ് ഓഫ് ദീസ് നമ്പേഴ്സ് നമുക്ക് എത്രയാണെന്ന് കിട്ടി, എക്സ് പ്ലസ് 2 ആണെന്ന് കിട്ടി. സം 3x പ്ലസ് 6 ആണെന്നും കിട്ടി. എന്താ പറഞ്ഞേക്കുന്നത്, സം ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് 42 മോർ ദാൻ ദി ആവറേജ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സമ്മ എന്ന് പറയുന്നത് ആവറേജിനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്, 42 കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഓൾജിബ്രൈക് ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക എക്സ് ഏതാണ് വാല്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 3x പ്ലസ് 6 എന്നുള്ളതിൽ ഒരു എക്സ്, ഈ എക്സിന് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈനസ് എക്സ് പ്ലസ് 44 വരും. സോറി, നമ്മുടെ കയ്യിൽ 3x പ്ലസ് 6 ഉണ്ട്, ഈക്വൽ ടു എക്സ് പ്ലസ് 44 എന്ന് വരും റൈറ്റ് സൈഡ്. 2 പ്ലസ് 42 എടുത്ത് കഴിയുമ്പോൾ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, 6നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3x മൈനസ് എക്സ് ഈക്വൽ ടു 44 മൈനസ് 6 എന്ന് വരും. 44 മൈനസ് 6 എന്ന് പറയുന്നത് 38 ആണ്. സോ 2x ഈക്വൽ ടു 38 എന്ന് വന്നതിന് x ഈക്വൽ ടു 38 ഡിവൈഡഡ് ബൈ 2 എത്ര വരും, ആൻസർ 19 ആയിരിക്കും ആൻസർ വരിക. സോ എക്സ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ നമ്പർ ആണ് അല്ലേ, സോ അത് 19 ആണെന്ന് നമുക്ക് കിട്ടാം. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് ഒക്കെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വന്നാൽ എങ്ങനെ എടുക്കേണ്ടതെന്നും ആവറേജിന്റെ ഫോർമുല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഓൾജിബ്രൈക് ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടതെന്നും പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തെടുത്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ഒരു എന്താണ്, ജോമെട്രി റിലേറ്റഡ് ആയിട്ടും റേഷ്യോ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ഇൻ ദ റേഷ്യോ 9:4. അപ്പോൾ ലെങ്ത്തിനെ നമുക്ക് എന്താണെന്ന് വിളിക്കാം, ഒരു 9k എന്ന് വിളിക്കാം. ബ്രെഡ്ത്തിനെ നമുക്ക് എന്താണെന്ന് വിളിക്കാം, ഒരു 4k എന്ന് വിളിക്കാം. റേഷ്യോ തന്നെ നമ്മൾ അങ്ങനെയാണ് എടുക്കാറല്ലേ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈസ് 324. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ 9k ഇൻറ്റു 4k എന്ന് പറയുന്നത് 324 ആണ്. അതായത് 36k² എന്ന് പറയുന്നത് എത്രയാണ്, 324 ആണ്. അങ്ങനെയാണ് ഈ k² എന്ന് പറയുന്നത് 324/36 വരും. സോ k² ഇസ് ഈക്വൽ ടു 9 വരും. സോ കെയുടെ വാല്യൂ നമ്മൾ 3 ആയിട്ട് എടുക്കും. പ്ലസ് ഓർ മൈനസ് 3 എടുക്കാം, പക്ഷെ ഇവിടെ നമുക്ക് ലെങ്ത്തുകളാണ്, അപ്പോൾ പോസിറ്റീവ് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കില്ല. k ഇസ് ഈക്വൽ ടു 3 എടുത്തു. k ഇസ് ഈക്വൽ ടു 3 ആവുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ലെങ്ത് വരിക, ലെങ്ത് എന്ന് പറയുന്നത് 9k ആണ്. സോ 9 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്ര വരും, 27 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് വരെയും കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ദ പെരിമീറ്റർ ഓഫ് ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ whose side are 5 times the length of rectangle. ലെങ്ത് ഓഫ് റെക്ടാങ്കിളിനേക്കാൾ 5 times വരുന്ന എന്ത്, ഒരു സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ 27 ഇൻറ്റു 5 ആണ് നമുക്ക് എന്ത് വരിക, നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡ് വരിക. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് ഇൻറ്റു 4 ആണ് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 27 ഇൻറ്റു 5 വരും. സോ 4 ഇൻറ്റു 5 20 ഇൻറ്റു 27 വരും. 27 ഇൻറ്റു 2 എന്ന് പറയുന്നത് 54 ആണ്. സോ ഒരു 0യും കൂടി ഉള്ളതാണ് 540 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഇങ്ങനെ ഒറ്റയടിക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നെങ്കിൽ അത് പിന്നെ ഇൻറ്റു 4 ഒക്കെ ആയിട്ട് ഒരുമിച്ച് ചെയ്യണമായിരുന്നു അല്ലേ. കുറച്ചുകൂടി കാൽക്കുലേഷൻസ് അറിയാവുന്നവർക്ക് ഈ 4 ഇൻറ്റു 5 20 ആദ്യം ചെയ്യാം. ദെൻ 2 ഇൻറ്റു 27 ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലുള്ളവർക്ക് നമുക്ക് വേഗം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ഡേ അപ്പോൾ നമ്മൾ ലെങ്ത് റേഷ്യോയുടെ പ്രോബ്ലം എങ്ങനെയാണ് പെരിമീറ്ററും ഏരിയ അങ്ങനെയുള്ള ജോമെട്രിക്കൽ ടേംസുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന പ്രോബ്ലം എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് എടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 5/60 ഉണ്ട്,
ദെൻ 25 ഡിവൈഡഡ് ബൈ 30 ഉണ്ട്, -15 ഡിവൈഡഡ് ബൈ 40 ഉണ്ട്, -5 ഡിവൈഡഡ് ബൈ 20 ഉണ്ട്. ഓക്കെ, ആദ്യമേ തന്നെ ഇതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 5/16 ഒരു 5 വെച്ച് മേളിലും താഴെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1/12 ആയിട്ട് മാറും. അല്ലേ, 60 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 12 ആണ്. ദെൻ 25/13 അതുപോലെ തന്നെ 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 × 5 25, ദെൻ 5 × 6 30, 5/6 ആയിട്ട് മാറും. അടുത്തതിനെ 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 3/8 ആയിട്ട് മാറും. അടുത്തതിനെ 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1/4 ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ ഡിനോമിനേറ്റർ കിടക്കുന്നത് 12, 6, 8, 4 ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു LCM-ലോട്ടാക്കാൻ നോക്കുക. അപ്പൊ 24-ലോട്ടാക്കാം. ഇതിനെ 24-ലോട്ട് ആക്കണമെങ്കിൽ മേളിലും താഴെ ഒരു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 2/24 ആയി. ഇതിനെ 24-ലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേനെ ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്കൊരു 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 24 ആയി. മൂന്നാമത്തേനെ 24-ലോട്ട് ആക്കാനായിട്ട് ഒരു 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, -9/24 ആയി. നാലാമത്തേനെ ഒരു 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -6/24 ആയി. ഓക്കെ, ഇനി നോക്കിയേ, എല്ലാം കൂടി സം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് 22 വന്നു. ദെൻ ഇത് 9, 6, 15 വന്നു. അപ്പൊ 22-ൽ നിന്ന് 15 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 7 കിട്ടും. സോ 7 ഡിവൈഡഡ് ബൈ 24 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ നോക്കുമ്പോൾ 7/24 എന്ന് പറയുന്ന ആൻസർ ഇതിനകത്തില്ല അല്ലേ. അപ്പം നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസിനെ കട്ട് ചെയ്താൽ നമുക്ക് 7/24-ലോട്ട് എത്തിക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 35 ഡിവൈഡഡ് ബൈ 120 ആണ് അല്ലേ. അതിന് നമുക്കൊരു 5 വെച്ച് കട്ട് ചെയ്ത് എന്ത് സംഭവിക്കാം? 5 × 7 ആണ് 35. സോ 7 വന്നു. 120 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 24 വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ആയല്ലോ 7/24-നോട് മാച്ച് ആവുന്നത് 35/120 ആയിരുന്നു. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് പ്രോബ്ലം. ഈ റേഷ്യോയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പല ടൈപ്പിൽ നമ്മളോട് ചോദിക്കാം. ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ പല റേഷ്യോയുടെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ റേഷ്യോ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര രീതിക്ക് വേണമെങ്കിലും പ്രോബ്ലംസ് ചോദിക്കാം കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏജ് പ്രോബ്ലം ആണ്. റേഷ്യോയുടെ തന്നെ ഏജ് പ്രോബ്ലം ആണ്. ബിജു ഉണ്ട്, ബിനോജും ഉണ്ട്. ബിജുവിൻ്റെയും ബിനോജിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ, ദെൻ എപ്പോഴാണ്? 4 years ago. ഓക്കെ, സോ നമുക്ക് എന്തെടുക്കാം? ബിജുവിൻ്റെ ഏജ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് ബി ആണെന്നും ബിനോജിൻ്റെ ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നതിന് നമുക്ക് N ആണെന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ 4 വർഷം മുന്നേ ഇവരുടെ ഏജ് എന്തായിരിക്കും? B-4ഉം N-4ഉം ആയിരിക്കും. ഓക്കെ, ദെൻ ഫ്രം 4 years ഫ്രം നൗ, അതായത് ഇപ്പോൾ കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ് എന്തായിരിക്കും ഏജ് വരിക? B+4ഉം N+4ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ 4 years എഗോയും ഫ്രം 4 years ഫ്രം നൗ, അതായത് ഈ രണ്ട് നമ്മുടെ ഏജുകൾ വെച്ചിട്ടുള്ള റേഷ്യോസ് ആണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ റേഷ്യോ, അതായത് B-4 ഡിവൈഡഡ് ബൈ N-4 ഇസ് ഈക്വൽ ടു 3/2 ആണ് തന്നിരിക്കുന്ന റേഷ്യോ. രണ്ടാമത്തത് B+4 ഡിവൈഡഡ് ബൈ N+4 എന്ന് പറയുന്ന റേഷ്യോ എത്രയാണ് തന്നിരിക്കുന്നത്? 4/3 ആണ്. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനും ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനും തമ്മിൽ പരസ്പരം സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും? നമുക്ക് ചോദിച്ചിരിക്കുന്നത് പ്രസന്റ് ഏജ് ഓഫ് ബിജു ആണ്. അതായത് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിയേ. 2 × B-4 ഇസ് ഈക്വൽ ടു 3 × N-4 എന്നായി. അതായത് 2B-8 ഇസ് ഈക്വൽ ടു 3N-12 എന്നുള്ളതായി. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2B-3N ഇസ് ഈക്വൽ ടു -12 + 8 എന്നായി. ഓക്കെ, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ള ഇതേ ചെയ്തോളൂ. ഈ 3N ഇപ്പുറത്തേക്ക് കൊണ്ടു, -8 അപ്പുറത്തേക്കും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. 2B-3N ഇസ് ഈക്വൽ ടു -4 എന്ന് കിട്ടി. അടുത്ത റേഷ്യോനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? B+4 ഡിവൈഡഡ് ബൈ N+4 എന്ന് പറയുന്നത് 4/3 ആണെന്ന് തന്നിട്ടുണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × B+4 ഇസ് ഈക്വൽ ടു 4 × N+4 എന്നായി. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 3B+12 ഇസ് ഈക്വൽ ടു 4N+16 എന്നായി. 4N ഇപ്പുറത്തേക്കും 12 ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3B-4N ഇസ് ഈക്വൽ ടു 4 എന്നുള്ള ഇക്വേഷൻ ആയി. അപ്പം 2 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കിട്ടി. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? എന്നുകളെ ഒന്ന് സെയിം ആക്കി മാറ്റാം. അപ്പം നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് ഇക്വേഷൻ 2B-3N ഇസ് ഈക്വൽ ടു -4. രണ്ടാമത്തെ ഇക്വേഷൻ 3B-4N ഇസ് ഈക്വൽ ടു
ദെൻ 4 എന്നുള്ളതാണ്. സോ നമുക്ക് എന്നുകളെ ഈക്വൽ ആക്കിയിട്ട് എന്നുകൾ അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളയാൻ നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3യും ഇവിടെ 4ഉം ആണ് അല്ലേ. സോ നമുക്ക് മൊത്തത്തിൽ ഒരു 12 അതിൻ്റെ LCM 3യുടെയും 4ൻ്റെയും LCM ആയിട്ടുള്ള 12 മാറ്റാം. 12 മാറ്റണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്തായി, 8b മൈനസ് 12n ഇസ് ഈക്വൽ ടു മൈനസ് 16 ആയി. രണ്ടാമത്തേന് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 9b മൈനസ് 12n ഇസ് ഈക്വൽ ടു 12 എന്നായി. ഏത് സബ്ട്രാക്ട് ചെയ്യാം, ഇതിന് ഇത് സബ്ട്രാക്ട് ചെയ്യാം. 9b മൈനസ് ബി എന്ന് പറയുന്നത് 8b എന്ന് പറയുന്നത് b കിട്ടും. മൈനസ് 12nൽ നിന്ന് മൈനസ് 12n പോയാൽ 0 ആയി പോവും. 12 മൈനസ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ആവും. അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ്, 28 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോജിക്കോടെ ചിന്തിക്കണം. നമുക്ക് ആവശ്യം ബിജുവിൻ്റെ ആണ്, ബി ആണ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യമേ തന്നെ ഇതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് എന്നെ കണ്ടുപിടിച്ച് ബിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രയും ലെങ്തി ആയിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ബി കണ്ടുപിടിക്കാനായിട്ട് ബിയുടെ മെത്തേഡ് മാത്രം സോൾവ് ചെയ്തെടുത്താലായിട്ട് മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് റേഷ്യോയുടെ പ്രോബ്ലംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജോമെട്രി ആയിട്ട് കണക്ട് ചെയ്തു, ഏജ് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ഓക്കെ, താങ്ക് യു.